നിങ്ങളിങ്ങനെ മാറി ഇങ്ങനെ നിന്ന് പോകുമ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പറയാം, അത്തരം ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് കണ്ടിരുന്നത്? അല്ല, ആ ഒരു സാധനം ഉണ്ടായെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അല്ലെ, ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് കടന്നത്. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് കിട്ടാറില്ലല്ലോ, മുകളിൽ നിന്ന് താഴോട്ട് വരണ്ടേ. പിന്നെ ഈ ഞങ്ങളവിടെ സ്ഥിരം കണ്ടുകൂട്ടുന്ന ആൾക്കാർ. നമ്മൾ ഇതേ താഴെ വരുമ്പോൾ ലോഞ്ചിങ് പാഡിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പോകും, തിരിച്ചു വരും, എന്നിട്ട് അല്ലാണ്ട് ഇന്ന പോലെ കാര്യം. അപ്പം ഞാൻ പറയും ഇത് കഴിയും, അങ്ങനെയല്ലല്ലോ. ക്രമേണ ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കളയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊരു വിഷയമുള്ളൊരു കാര്യമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ടൊരു നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ട്. ഇപ്പോൾ അമ്മ അസോസിയേഷനാണെങ്കിലും മാ അസോസിയേഷനിലാണെങ്കിലും അല്ലാതെയുള്ള പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ടിനി പറഞ്ഞ പോലെ തന്നെ ഒരു ആൾക്കാർക്ക് ഫീൽ ചെയ്യണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവരൊരു ഫ്രഷ്നെസ്സിന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നവരെല്ലാവരും ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഗുണമുണ്ടായി.